ഈ മടത്തിലമ്മമാർക്കിട്ടല്ല അടി കൊടുക്കേണ്ടുന്നത്, ഇവരെ ഈ പണിക്ക് വിട്ടവർക്കാണ്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതം മാറ്റവും നടത്തിയ 2 മടത്തിലമ്മമാരെ നാട്ടുകാർ പിടിച്ച് കൈകാര്യം ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ITV ന്യൂസ് ഒരു വാർത്ത പോലും നൽകാതിരുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നിരവധി പ്രേക്ഷകർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഞങ്ങൾ ഇത്തരം വാർത്തകൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുമെന്ന് ഏവർക്കും അറിയാം. എന്നാൽ ഈ മടത്തിലമ്മമാരുടെ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് വളരെയേറെ വിഷമം വന്നിട്ടാണ് ഞങ്ങൾ ഇതുവരെ നിശബ്ദത പാലിച്ചത്. ചെയ്ത പോക്രിത്തരത്തിന് നാട്ടുകാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും അവരെ ജയിലിലിടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇനിയും ശവത്തിൽ കുത്തേണ്ട എന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ നിശബ്ദത പാലിച്ചത്. എന്നാൽ ഇന്നു മുതൽ ഞങ്ങൾ ഈ വിഷയത്തിൽ വാർത്തകൾ നൽകി തുടങ്ങുകയാണ്. കാരണം ഈ തെണ്ടിത്തരം കാണിച്ച 2 ലോഹപ്പെണ്ണുങ്ങളെ ജയിലിലിട്ട് എന്നും പറഞ്ഞ് രാജ്യത്തെ കേരള BJP ഘടകം ഒഴികെ സകല തീവട്ടി മുന്നണികളും ഊച്ചാളി നേതാക്കന്മാരും ചവാധ്യക്ഷന്മാരുമെല്ലാം ഭീഷണിയുമായി ഇപ്പോൾ റോഡിലിറങ്ങിയിരിക്കുകയാണ്. ഉടനെ മടത്തിലമ്മമാരെ ജയിൽ മോചിതയാക്കിയില്ലെങ്കിൽ കത്തിച്ചു കളയും എന്നും പറഞ്ഞാണ് ഇവറ്റകളെല്ലാം രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ പോയ ഈ നാറുകൾക്ക് നാണമില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ആദ്യമായി നമുക്ക് കേരളത്തിൽ നിന്നും ഈ പണിക്കയച്ച ഈ കുപ്പായ പെണ്ണുങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇവരെ ആരാണ് അയച്ചത്, എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നും നോക്കാം. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവാംഗമായ വന്ദന ഫ്രാൻസിസിനെയും അങ്കമാലി എളബൂർ ഇടവാംഗമായ പ്രീതി മേരിയെയും അറസ്റ്റ് ചെയ്തത്. അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ പണിക്കാരികളാണ് ഇവർ. ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ വീട്ടുപണികൾക്കായി ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂർ രൂപതയിലെ നാരായൺപൂരിൽ നിന്നുള്ള 3 പെൺകുട്ടികളെയും ഒരു മുതിർന്ന ആദിവാസി ആൺകുട്ടിയെയും കൂട്ടി ആഗ്രയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇവർ. 19 മുതൽ 22 വയസ്സുള്ളവരാണ് മടത്തിലമ്മമാരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മടത്തിലമ്മമാരുടെ കൂടെ സാധുക്കളായ 3 പെൺകുട്ടികളെയും കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരെ ചോദ്യം ചെയ്യുകയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. ഉഷിരുള്ള ആ നാട്ടുകാരുടെ പ്രതികരണം കാണുക. क्या समझ है? बोलोगे कि लगाऊं? बोलेगा? बोलना नहीं तो मुंह तोड़ दूंगी। मैं बता देती हूँ, मैं जब अपने बच्चों से बात कर रही हूँ तुमको बोलने की जरूरत नहीं है। समझ में आया? वैसे भी तुम लोग ना दिमाग हो, गूंगे बन के बैठे रहो। गूंगे हैं बोलते हो ना, बहुत सीधे हैं हम लोग, बहुत सीधे हो ना तुम लोग। हम लोग गुंडे ही हैं और इन लोगों को बचाने के लिए गुंडा बनना पड़ता है हम लोगों को तुम लोगों से। तेरी बहन है ना, ये तेरी बहन है ना, तू बोला मेरी बहन है। हाँ, ये लोग बहन है तो बोलूंगा है ना, बहन है ना, तो ठीक है ना सर। तो इसकी छोटी बहन कौन से कॉलेज में पढ़ती है बता दे। ए तू सुनना, कानून मत बताना मेरे को। ये कानून के जानकार बड़े बैठे, एकदम बड़े कानून के जानकार हैं। मैं अपने आँख से देखी। क्या देखे आपके? मैं आँख से देखी हूँ। बाइबिल निकला है उनके बैग से, फोटो निकला है, पासबुक निकला है, ATM कार्ड निकला है और एक डायरी निकली है, उसमें पास्टर लोगों का नंबर है। तो नंबर निकलने से, नंबर मिलने से क्या लग रहा है आपको? नंबर मिलने से लग ही रहा है कि ये सीधा सीधा मानव तस्करी है हमारी। इनका एक रैकेट चलता है। रैकेट अगर नहीं चलता, 2 नन बैठी हैं जो यहाँ की नहीं है, इतने लोग कैसे आए? मैं तो हिंदू संगठन हूँ, मैं सब जगह जाके कार्य करती हूँ, मैं अपनी बेटी को बचाने आई हूँ। इन लोग किसको बचाने आए हैं ये बता दे, मैं इनसे पूछना चाहती हूँ। इनका कहना है कि उनके ऊपर जो है आप लोग के द्वारा अत्याचार किया जा रहा है, तो उनके सपोर्ट में आए। किनके ऊपर अत्याचार कर रही हूँ मैं? वो तो उनसे पूछ ले जाके। अगर ज्योति शर्मा ने उनसे एक शब्द पूछा होगा तो वो GRP में बैठी है। मैं जब से आई हूँ वहाँ पुलिस वालों के संरक्षण में बैठे हैं। मैं अगर वो दोनों नन से, हाँ मैं 3 बच्चियों से बात की हूँ, लड़के से बात की हूँ, दोनों नन से मैंने कोई बात नहीं किया। ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കേരളത്തിൽ നിന്ന് പോകുന്ന ഈ കൂതാശ കുപ്പായ തൊഴിലാളികളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോയി മതപരിവർത്തനം നടത്തുകയും മനുഷ്യക്കടത്ത് നടത്തുകയും ചെയ്യുന്നത്. ഛത്തീസ്ഗഡ്, മണിപ്പൂർ, ആസാം, മേഘാലയ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികളെ ഇവർ ജോലി നൽകാമെന്നും പറഞ്ഞ് മതം മാറ്റി മഠങ്ങളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും നക്കാപ്പിച്ച ശമ്പളം നൽകിക്കൊണ്ട് വീട്ടുപണിക്കും പുറംപണിക്കും നിയോഗിക്കുന്നു.
ഇവരെ സാമ്പത്തികമായും ലൈംഗികമായും ദുരുപയോഗം ചെയ്താൽ പോലും പുറം ലോകം അറിയില്ല. അതുപോലെ ഈ മടത്തലമ്മമാരും പാതിരിമാരും ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടപ്പെട്ട വീടുകളിലും സ്ഥാപനങ്ങളിലും ഏർപ്പാട്ടാക്കി കൊടുക്കുന്നു. അതിൻ്റെ കമ്മീഷനും രണ്ടുപേരുടെ കയ്യിൽ നിന്നും മേടിക്കുന്നു. ആതുര സേവനത്തിൻ്റെ മറവിൽ ഇവർ ചെയ്തു കൂട്ടുന്ന ചെയ്തികളാണ് ഇതെല്ലാം എന്ന് നാം മനസ്സിലാക്കണം. ഇവർ കൊല്ലപ്പെട്ടാൽ പോലും ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഇതെല്ലാം അവർ ഒതുക്കി തീർക്കുന്നു. ഇതിൽ മനമെടുത്താണ് ബജ്രംഗ് ദൾ പോലെയുള്ള സംഘടനകൾ ഇവരെ തടയുവാൻ ആരംഭിച്ചത്. പിടിക്കപ്പെടും, അടികിട്ടും എന്ന് പേടിച്ച് ഈ മടത്തലമ്മമാരും പാതിരികളും അവരുടെ കുപ്പായം ഉപേക്ഷിച്ച് സാധാ വസ്ത്രം ധരിച്ചാണ് ഈ പിറപ്പുപണികൾ സാധാരണ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ചെറിയൊരു കയ്യബദ്ധം പറ്റിപ്പോയി. ലോഹയിട്ട് കൊണ്ട് തന്നെ കടത്തു നടത്തി പിടിക്കപ്പെട്ടു, അകത്തായി. 10 കൊല്ലം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ഇട്ടിട്ടാണ് ഇവരെ ജയിലിൽ ഇട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ കഴിഞ്ഞ 5 ദിവസമായി ജയിലിൽ കഴിയുന്ന മടത്തലമ്മമാരുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്നലെ തള്ളിയിരുന്നു. കേസ് പരിഗണിക്കുവാൻ അധികാരമില്ലെന്ന് കാണിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. തുടർന്ന് ബിലാസ്പൂരിലെ NIA കോടതിയെ സമീപിക്കുവാനും നിർദ്ദേശിച്ചു. മടത്തലമ്മമാരെ ജയിലിലടച്ചു എന്ന് കേട്ടപ്പോൾ കത്തോലിക്ക സഭയുടെ അമേദ്യം തിന്നുന്ന എല്ലാ നായ്ക്കളും കുറച്ചുകൊണ്ട് പുറത്തു ചാടിയിട്ടുണ്ട്. MP-മാർ പാർലമെന്റ് സമീപിക്കാൻ വരെ നോക്കി. എന്നാൽ കഴിഞ്ഞ 3 ദിവസം കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് എടുത്ത് സ്പീക്കർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. ഈ തീട്ടക്കേസ് ചർച്ച ചെയ്ത് സമയം കളയുവാൻ സഭയ്ക്ക് സമയമില്ല, അതിനുള്ള പ്രാധാന്യമൊന്നും ഇതിനില്ല എന്നും പറഞ്ഞാണ് സ്പീക്കർ ഇത് തള്ളിയത്. അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയും MA ബേബിയും അടക്കം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ വിമർശിച്ചു. വേണുഗോപാൽ, KPCC പ്രസിഡന്റ് കത്തോലിക്ക കുട്ടൻ അടക്കം വൻപിച്ച പ്രതിഷേധങ്ങൾ ഇവിടെ നടത്തി. എല്ലാ നാൽക്കവലകളിലും പാതിരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള BJP സർക്കാരിൻ്റെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും കടന്നുകയറ്റമാണ് എന്നൊക്കെ നിലവിളിച്ചാണ് ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ ആളിക്കത്തിച്ച് 10 വോട്ടാക്കാനാണ് ഇടതു വലത് മുന്നണികൾ മത്സരിച്ച് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഞങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അനുകൂലിക്കുന്നു. ജനങ്ങളുടെ ദാരിദ്ര്യവും അറിവില്ലായ്മയും ചൂഷണം ചെയ്ത് അവരെ മതം മാറ്റാനും ഇവരുടെ ചെകിടിപ്പണിക്ക് കടത്തിക്കൊണ്ടുപോകാനും ഇത് പ്രേക്ഷിത പ്രവർത്തനമാണെന്നും പറഞ്ഞ് വിദേശ ഫണ്ട് തട്ടാനുമുള്ള ഈ കുപ്പായ തൊഴിലാളികളുടെ, ഈ കാട്ടാളന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തേണ്ടുന്നതാണ്. അതിന് ആർജവം കാണിച്ച BJP സർക്കാരിന് എല്ലാ ഭാവങ്ങളും. കേരളത്തിൽ സമ്പൂർണ്ണ ക്രൈസ്തവവൽക്കരണവും പട്ടിണിയും ഒക്കെ മാറ്റിയിട്ടാണോ ഇവർ ദക്ഷിണേന്ത്യയിലേക്ക് ഈ പാവപ്പെട്ട കുപ്പായ തൊഴിലാളികളെ അയക്കുന്നത്? പാവപ്പെട്ട വീട്ടിലെ പട്ടിണി കിടക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ച് കുപ്പായം ഇടിപ്പിച്ച് ഈ പണിക്ക് വിടുന്ന ബിഷപ്പന്മാരെയും സഭാ നേതൃത്വത്തെയും അല്ലേ ആദ്യം അടിക്കേണ്ടത്? ഈ നാണമില്ലാത്ത, നായകളുടെ വില പോലും ഇല്ലാത്ത കുപ്പായ തൊഴിലാളികളോട് ചോദിക്കുവാനുള്ളത്, ഈ മടത്തലമ്മമാരെ അവർ ദേഹത്തൊന്ന് തൊടുകയോ അടിക്കുകയോ മാനഭംഗപ്പെടുത്തുകയോ വല്ലതും ചെയ്തോ? ഇല്ല. അതാണ് അവരുടെ മാന്യത. മണിപ്പൂരിൽ നിന്റെയൊക്കെ ലോഹത്തൊഴിലാളികളെ കൊലപ്പെടുത്തി കത്തിച്ചപ്പോൾ നിന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയായിരുന്നു. മണിപ്പൂരിൽ നിന്റെയൊക്കെ പള്ളികളും കത്തിച്ച് പാതിരിമാരെയും മടത്തലമ്മമാരെയും ഓടിച്ചിട്ടടിച്ചപ്പോൾ, ജീവനോടെ കത്തിച്ചപ്പോൾ അന്ന് അതൊന്നും കാണാതെ പോയി ഡൽഹിയിൽ കേക്ക് ഞണ്ണിയ നിനക്കൊക്കെ അന്നില്ലാത്ത രോക്ഷം ഇന്ന് ഇവിടെ നിന്ന് വന്നു. അതുപോട്ടെ, കുറവലങ്ങാട് മഠത്തിൽ ഫ്രാങ്കോ കയറി മടത്തലമ്മയെ 13 തവണ കൂതാശിച്ചപ്പോൾ മൂരിക്കുട്ടന്മാരായ പാതിരികളിൽ നിന്നും ബിഷപ്പന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എന്നും പറഞ്ഞ് നിലവിളിച്ച് വഞ്ചി സ്ക്വയറിൽ മടത്തലമ്മമാർ നെഞ്ചത്തടിയും നിലവിളിയുമായി പെരുവഴിയിൽ കുത്തിയിരുന്നപ്പോൾ അന്ന് ഇന്നിറങ്ങിയ ഏതെങ്കിലും ഒരു നാറി അവിടെ ഉണ്ടായിരുന്നു? പറ. അതുപോലെ കഴിഞ്ഞ 25 കൊല്ലത്തിനിടെ 70ലധികം കന്യാസ്ത്രീകളെ കൊന്ന് കിണറ്റിലും പാറമടയിലും ഇട്ടു. അവയെ കൊന്ന് കിണറ്റിലിട്ടു. ആരാണ്? ബജ്രംഗ് ദളോ സുഡാപ്പികളോ വല്ലമാണോ ഈ പണി ചെയ്തത്? അല്ല. അന്നും ഇന്നും ഇതൊന്നും ചോദിക്കുവാൻ ഇവിടെ ഏതെങ്കിലും ഒരു മോന്മാർ രംഗത്തിറങ്ങിയോ? ഇല്ല. അന്ന് നിന്റെയൊക്കെ വായിൽ ആരുടെയൊക്കെ പഴമായിരുന്നു? പറ. അതുകൊണ്ട് പൊതുജനം ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ഈ വിഷയത്തിൽ ശരി. മതപരിവർത്തനം നടത്തുവാൻ നടക്കുന്ന, മനുഷ്യക്കടത്ത് നടത്തുവാൻ നടക്കുന്ന ഇവറ്റകളെ ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണം. ഈ പൊട്ടികളായ മടത്തലമ്മമാരെയല്ല, ഈ തെണ്ടിത്തരത്തിന് പറഞ്ഞുവിട്ട അരമനകളിൽ അംശവഴിയും തടവിയിരിക്കുന്ന മോന്മാരെയാണ് നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടുന്നത്. ഇനി പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ആദ്യം കോഴിക്കോട് ഇതുപോലെ മനുഷ്യക്കടത്ത് നടത്തിയ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ മടത്തലമ്മ കൊണ്ട് നിർത്തിയിരിക്കുന്ന കാര്യം കത്തോലിക്ക സഭാംഗമായ തോമസ് വെളിപ്പെടുത്തുന്നത് കേൾക്കുക. ഈ അച്ഛന്മാര് കന്യാസ്ത്രീകൾ അവിടെ ഈ സുവിശേഷ വേലയാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഛത്തീസ്ഗഡില്. എന്നിട്ട് അവിടെ ഈ സ്ലം ഏരിയയിൽ ഉള്ള പാവപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പൊ അതില് ഒരു 15 വയസ്സിന് താഴെയുള്ള പെൺപിള്ളേരെ
പോകാൻ താല്പര്യമുള്ളവരെ ഇവരുടെ കൂട്ടത്തിൽ അങ്ങ് വിട്ടേക്കാണ്. പിന്നെ ചിലര് വളരെ പക്ഷെ ബുദ്ധിമുട്ടുള്ളവരെ, കാരണം കാർന്നന്മാർക്ക് രോഗങ്ങളോ അങ്ങനെ വല്ലതും ആണെന്നൊരു ഈ പിള്ളേരെ പോറ്റാൻ പറ്റില്ലാത്തത് കൊണ്ട് ഇവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുവരുവാണ്. ഇവർ കൊണ്ടുവന്ന് ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ മഠത്തിലോട്ടാണ് കൊടുക്കുന്നത്. ആദ്യം മഠങ്ങളിൽ, എന്നിട്ട് ഇവർ മഠങ്ങളിലോട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ മഠത്തിൽ നിന്ന് ഒരു കൊച്ചിന് 10,000 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. 10,000 രൂപ വെച്ച് മേടിച്ചിട്ട് ആ മഠത്തിലുള്ള സിസ്റ്റേഴ്സിന് അവരുടെ വീട്ടിലോ അവരുടെ റിലേറ്റീവ്സിനോ ഒന്നും ആവശ്യമുണ്ടെങ്കിൽ ഈ മഠത്തിൽ നിൽക്കുന്ന പിള്ളേരെ അങ്ങോട്ട് കൊടുക്കും. മഠത്തിൽ നിന്ന് ഇവർ ഈ അച്ഛന്മാരാണ് കൊടുക്കുന്നവരിൽ അവർ കൊണ്ടിരുന്ന അവരെടുക്കുന്ന പൈസ ഈ മഠത്തിൽ നിന്ന് ചെയ്യും ഈ പിള്ളേരുടെ സാലറിയിൽ നിന്ന് അവർ ഈടാക്കും. അപ്പോൾ ഒരു മാസം പൈസ ഒരു മാസം അവർക്ക് സാലറി ഇല്ല. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ പോയത്. നമ്മുടെ ആരുടെ വീട്ടിലാണ് ഇതുപോലെ മടത്തിൽ നിന്ന് ഈ അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും കെയർ ഓഫിൽ കൊണ്ടുവന്ന പെങ്കൊച്ചിനെ നിർത്തിയേക്കുന്നത്? നിർത്തിയിരിക്കുന്നത് എന്റെ ഒരു റിലേറ്റീവ്സിന്റെ വീട്ടിൽ, എന്റെ റിലേറ്റീവ്. എവിടെയാ അത്? കോഴിക്കോട്. എത്ര വയസ്സുള്ള പെങ്കൊച്ചിനെയാ കൊണ്ടുവന്നേക്കുന്നത്? ഇതിന് ഏതാണ്ടൊരു 15-16 വയസ്സോളം തോന്നുന്നു. പക്ഷേ വേണ്ട മലയാളം അറിയാതിന്, അതിവിടെ വന്ന് മലയാളം പഠിച്ചതാന്ന് പറഞ്ഞു. മലയാളം അറിയാതിന് പുറത്തുനിന്നുള്ള അറിവല്ല ഇത്. ആ കൊണ്ടുവന്ന് കൊടുത്ത ആ സിസ്റ്റർ കന്യാസ്ത്രീ തന്നെ. കന്യാസ്ത്രീക്ക് വളരെ മാനസികമായിട്ട് വിഷമമാണ്. കാരണം ഇത്തരം പ്രായം കുറഞ്ഞ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് അപ്പനുമില്ല അമ്മയുമില്ല എടുക്കൂട്ട് എല്ലാവരും വിട്ടേച്ചിട്ട് ഇങ്ങനെ പോരുന്ന അന്നോട് അതിന് ആ സിസ്റ്ററിന് ഒരു താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഈ പോയിട്ട് വരുന്ന അച്ഛന്മാരാണ് ഇവർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ സുവിശേഷ വേലയെന്ന് പറഞ്ഞ കന്യാസ്ത്രീമാരും പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അവർ കൊണ്ടുവന്ന എനിക്ക് ഇവരെ പിടിക്കുക. അതാണ് സംഭവം. ഈ നടന്ന സംഭവം ശരി തന്നെയാണ്. അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിഷപ്പുമാരും ഇടുന്നില്ലല്ലോ. സഭയുടെ ഉത്തരവാദിത്തമുള്ളവരാണെന്നൊരു ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം സംസാരിക്കുന്നത്. അത് മിണ്ടാത്ത വന്നുകൊണ്ടാണ്. ഇവർ രണ്ടു കൂട്ടർക്കും ബിഷപ്പിനും അനുസരണമുണ്ട്. അല്ലെങ്കിൽ ബിഷപ്പിനോട് ചോദിച്ചാൽ മതി ഈ വ്യക്തിയും ഈ നിൽക്കുന്ന കൊച്ചു എവിടുന്ന് കൊണ്ടുവന്നാന്ന് ബിഷപ്പ് ഉത്തരം പറയാനാ. ഏത് രൂപതയിലാണ് ഇത്തരത്തിലുള്ള പിള്ളേരെ ഏറ്റവും കൂടുതൽ കടത്തിക്കൊണ്ട് വന്നേക്കുന്നത്? ഇത് മാനന്തവാടി രൂപത. ഈ പുള്ളിക്കാരന്റെ ഈ അങ്കിളിന്റെ മകള് കന്യാസ്ത്രീയാണ്. ഈ മകളുടെ കന്യാസ്ത്രീ ഈ മഠത്തിന്റെ പേരോ അല്ലെങ്കിൽ അതൊന്നും അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് മാനന്തവാടി രൂപത തന്നെയാണ്. അപ്പൊ ഈ വീട്ടിൽ ഇരിക്കുന്ന കൊച്ചിനെ കുറിച്ച് ഈ വീട്ടിലുള്ളവരും പറഞ്ഞതാ. അവർക്ക് അതിനെ കുറിച്ചൊന്നും വലിയ അറിയില്ല. ഏത് സംസ്ഥാനത്ത് ഇവര് ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്നു. ഇപ്പോഴും ഉണ്ടോ പെൺകൊച്ചോടെ? ഇപ്പോഴും കാണും. ഞാനത് അന്വേഷിക്കാം. കൊച്ചോടെ 100% കാണാം. അവര് കാരണം ഇച്ചിരി വയ്യാത്തവരാ. അപ്പൊ അതുകൊണ്ട് വീട്ടിലെ സർവന്റായിട്ട് അത് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് അതവിടെ കാണും. ഇനിയിപ്പോ ഇങ്ങനെ ഈ പ്രശ്നം അറിഞ്ഞു. താങ്കളിപ്പോ എവിടാ? ഞാനിപ്പോ ഓസ്ട്രേലിയയിൽ. കത്തോലിക്ക സഭാംഗം തന്നെയാണോ? ഞാൻ ജനിച്ച കത്തോലിക്കായിരുന്നു. ഇപ്പൊ ഞാൻ കത്തോലിക്കുന്ന അതിൽ ആക്കുമെന്നല്ല ബന്ധപ്പെട്ടതുമില്ല. ഞാൻ ഒരു സഭയിൽപ്പെട്ടതൊന്നുമല്ല. സഭയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ്. പക്ഷെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വേദിക്കെട്ട് മതക്കെട്ട് പോലെയുള്ള മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. എന്നെപ്പോലെ എന്റെ അരക്കാലം സ്നേഹിക്കുക. അതേ ഉള്ളൂ എന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അല്ലാതെ അതുകൊണ്ട് ഞാൻ ജനിച്ചത് കത്തോലിക്കനാണ്. 10-15 വർഷം കത്തോലിക്ക പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ധ്യാനമന്ദിരത്തിൽ നിന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു അന്വേഷിക്കും തോറും പഠിക്കും തോറും ഇതിനകത്ത് ഒത്തിരി കള്ളത്തരങ്ങളും തട്ടിപ്പും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവരവരുടെ വഴിക്ക് പോട്ടെ. ഞാൻ നിരീശ്വരവാദിയൊന്നും ആയിട്ടില്ല, ആവുകയില്ല. പക്ഷെ ഇതിനോട് കയറാൻ പറ്റത്തില്ല. ഈ മതപരിപാടികളോട് കയറാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാല് ഈ കന്യാസ്ത്രീകളെ ഈ പണിക്ക് വിട്ടിട്ട് ഈ അകത്തിരിക്കുന്ന ഈ പാതിരിമാരും ഈ ബിഷപ്പുമാരും അല്ലേ യഥാർത്ഥ കുറ്റവാളികള്? ഈ അടി കിട്ടുന്ന ഇവർ കിട്ടും. തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട. ഒരു കുഞ്ഞിന്റെ ജീവിതമൊട്ടല്ലേ കളിക്കുന്നത്. അതും പ്രായപൂർത്തി തിരിച്ചറിവാകാത്തൊരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആരറിയുന്നു? എന്റെ അങ്കിളിന്റെ വീടിനെ കുറിച്ച് എനിക്കൊരുവിധം അറിയാം. പക്ഷെ എന്നാലും എന്റെ അങ്കിളിന്റെ വീടാണെന്ന് പറഞ്ഞാലും ശരി, മനുഷ്യര് തന്നെയാണ്. അപ്പം പെണ്ണത്തെന്ന് പറയുമ്പോൾ അത് കാരണന്മാരുടെ അല്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണത്തിലല്ലാതെ അവിടുത്തെ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000-ന് വേണ്ടി അവർക്ക് അധികമൊക്കെ എന്തെല്ലാം ജീവിതം പോകുന്നുണ്ടെന്നുള്ളത് ആർക്കറിയാം, ഏതൊക്കെയറിയാം. പക്ഷെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇവരാ. ഈ സിംഹാസനത്തിൽ കയറി ഇരുന്ന് തിന്നുന്ന എടുത്തിട്ട് പല്ലിന്റെ ഇടയിൽ അടച്ചു കിട്ടുന്നവർ ഉണ്ടാക്കുന്ന പരിപാടി ഈ കാണിക്കുന്ന സമ്മാനിക്കണമെന്നില്ല. ഞാൻ കന്യാസ്ത്രീയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള അത്രയും സമയം കിട്ടിയില്ല. ഇപ്പം ബിഷപ്പിന്റെ പെർമിഷനോട് ഏത് സഭ അങ്ങോട്ടും ഏത് ഗ്രൂപ്പുകാർക്കും അവിടെ പോകാം. ബിഷപ്പിന്റെ അനുവാദത്തോടെ തിരിച്ചേക്കുവല്ലേ. അപ്പൊ തിരിച്ചു വരുമ്പം കിട്ടുന്ന പിള്ളേരെ കൊണ്ട് അവരിന്ന് പോരുന്നു. അത് അറസ്റ്റ് ഉണ്ടായത്. അല്ല, അതുവരെയും ഇവര് തീർച്ചയായിട്ടും ഈ എന്തുകൊണ്ട് ഈ ബിഷപ്പിനെ മിണ്ടുന്നില്ല?
അവരെല്ലാം മിണ്ടേണ്ടത്. രാജേഷാണ് എന്റെ പേര്. നെയ്യാറ്റിങ്ങര എന്നാ വിളിക്കുന്നത്. ഈ മനോരമ പത്രമല്ലേ? മനോരമ പത്രത്തിന്റെ ഹെഡിൽ ഒരു ന്യൂസ് ഉണ്ടല്ലോ, ഇവിടെ ജാർഖണ്ഡിൽ എന്തൊരു ഇഷ്യൂ നടക്കുന്നില്ലേ, അപ്പൊ അതിനെ കുറിച്ചൊരു വാർത്തകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ചുമ്മാ ഇപ്പൊ ഞങ്ങളുടെ ഇതിനകത്തൊക്കെ കുത്തിത്തിരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. രാജേഷ് ഏത് സഭാംഗമാ? മലങ്കര. ഇതില് ചുമ്മാ കുത്തിത്തിരിപ്പിച്ച് എല്ലാവരുടെയും വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുക, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇവര് തന്നെ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി തരികയാണ്. ഇതിനെതിരെ പ്രതികരിക്കുന്നു പറഞ്ഞ സഭക്കാർ ചെയ്തു തരികയാണോ? ചെയ്തു തരികയാണ്. അതായത് നമ്മുടെ ഈ ഓരോ യുവജന പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ ഇല്ലേ, അപ്പൊ ഇതിപ്പോ ഇതിന്റെ സത്യാവസ്ഥ അറിയാന്നുള്ള ആൾക്കാർ എന്തായാലും ഓരോ സ്റ്റേറ്റിനും ഓരോ ചെറിയ നിയമങ്ങളുണ്ടല്ലോ. അവിടെ ഈ മതപരിവർത്തനത്തിലോട്ട് പോകുമ്പോൾ അവർക്ക് ഇപ്പൊ കോടതിയാണല്ലോ ഇപ്പൊ ജയിലിൽ ഇപ്പം റിമാൻഡ് കൊടുത്തിരിക്കുന്നത്. കോടതി ചുമ്മാ ഒരാളങ്ങനെ പിടിച്ചിടില്ലല്ലോ. ഇതിപ്പോ ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഇല്ലാതെ ഈ പാവം ഈ ചുമ്മാ ആൾക്കാരെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ അതിന് സാർ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സാറെ വിളിച്ചത്. തീർച്ചയായിട്ടും വരുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.